ഹായ് ഗൈസ്, നമ്മൾ നാട്ടിൽ പോകാൻ പോവാണ്. എന്നത്തെ പോലെ ഇന്നും ബസ്സിന് നമ്മളെ കയറ്റാ പോകും. എന്നോട് ഭാരത് പെട്രോൾ പമ്പിന് മുമ്പിൽ വന്നിക്കാൻ പറഞ്ഞു. ഞാനൊരു ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ അവിടെ തന്നെ വന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അവിടെ കുറെ ഭാരത് പെട്രോൾ പമ്പ് ഉണ്ട്. നമ്മൾ നിന്ന് പമ്പ് മാറിപ്പോയി. ഈ വാവര് മണ്ടൻ തന്നെ. നമ്മളങ്ങനെ ബസ്സിന് പിന്നാലെ പിടിച്ചാണ്ട് ബസ് കിട്ടി. നമുക്ക് സാമെന്ന് പറഞ്ഞ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. കണ്ടക്ടർ എടുത്ത് മിന്നുന്ന വിചാരിച്ചു, പക്ഷെ സൗമ്യമായി പെരുമാറി. കയറിപ്പന്നെ നമുക്കൊരു കുപ്പി വെള്ളം കൊടുത്തു തന്നു. വേറൊരു ബസ്സിലും കാണാത്തൊരു സംഭവം. കയറ്റാതെ പോയിക്കണെങ്കിലും നല്ല കണ്ട ഉള്ളത് പറയാം. അങ്ങനെയാണ് എന്റെ മീവ പിന്നെ പഠിപ്പിച്ചത്. ഇതിന് മുന്നേ ഈ ഹോട്ടലിൽ തിന്നതിന്റെ ഫുഡിന്റെ ടേസ്റ്റിന്റെ തൊള്ളയിൽ ഇപ്പോഴും ഉണ്ടായത് ഒരു വസ്തു തിന്നില്ല. ഞാനോ ഈ സാധനങ്ങൾ വാങ്ങി വണ്ടി കയറി സ്ഥലത്താനായ പോലെ ഓർക്കത്ത് നീപ്പിച്ചു. നല്ല സർവീസ്. പെര എത്തിക്കാണ്ട് നമ്മൾ നേരെ പോയത് സിയാപ്പിന്റെ അടുത്ത് മൂടിയിട്ട് ഒരു ഡീറ്റാനും ചെയ്ത് നമ്മൾ നേരെ വിട്ട് നമുക്ക് ഒരു പരിപാടി ഉണ്ടായി. ഉത്തരത്താണി ആലാമാളിൽ ഇന്നെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചു. ലോകാവസാനത്തിന്റെ ഓരോ അടയാളങ്ങളെ വളാഞ്ചേരി എത്തി സെമീറിനെ തൂക്കിയിട്ട് വണ്ടി കിട്ടും. സെമീർ ആണെങ്കിൽ ലോകത്തള്ളു. അവിടെ എത്തിയപ്പോ ഒരു കല്യാണത്തിലെ ആൾക്കാർ എനിക്കാണ് പേടിച്ചു കുറച്ച് കണ്ട് മുട്ടടിക്കല്ലോ. രണ്ടും കൽപ്പിച്ച് കണ്ട് പുറത്ത് കണ്ട ഞാൻ വല്ല സിനിമാ നടൻ വന്ന മാതിരി. കുട്ടികളൊക്കെ പാടെ ഈച്ച പായസം കണ്ട വാരി. എങ്ങനെ കൂടി അവിടുന്ന് കഴിച്ചില്ലായിട്ട് ഓല നാച്ചുറൽസ് എന്ന് പറഞ്ഞില്ല ഓല ഷോപ്പ് കയറി. ഇവിടുന്നാണ് ഇനി നമ്മളെ ഫുള്ള് മേക്കപ്പ് കഴിഞ്ഞപ്പോ ഈ ഓലയിക്കണ്. ഞാൻ എന്ത് സെലിബ്രേറ്റ് ആയിട്ട് എന്താ കാര്യം. ഇവിടെ ഞാൻ കുറച്ചേരം അവിടെ നടന്നു. ആദ്യത്തെ പരിപാടിയല്ലേ, ചെറിയ